ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ഈ ഒരു പോർഷയാണ് ഗൈസ് നമ്മൾ പണിയാൻ പോകുന്നത്. ഗൈസ്, വണ്ടി മുഴുവൻ ചള്ളയാണ്, അതുപോലെ തന്നെ വണ്ടി അവിടെ ഇവിടെയൊക്കെ ഇടിച്ചിട്ടൊക്കെ ഉണ്ട്. ഗൈസ്, എന്തായാലും കൊള്ളാം, നമ്മൾ ഇന്ന് ഈ ഒരു വണ്ടിയാണ് ഗൈസ് പണിയാൻ പോകുന്നത്. ഗൈസ്, അതുപോലെ തന്നെ ഇതുവരെയായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗൈസ്, ഇതുവരെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഷോർട്സ് കാണുന്നവരാണ് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ കയറി നോക്കുക. ഫുൾ വീഡിയോസ് ഉണ്ട് ഗൈസ്. ഓരോ വണ്ടിയുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഉറപ്പായിട്ട് സ്കൈലൈൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മസ്താങ് GT അങ്ങനെ ഓരോ വണ്ടിയുടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഉറപ്പായിട്ട് കയറി നോക്കുക ഗൈസ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മൾ വണ്ടി പണിയുന്നുണ്ട്. ഈ ഒരു വണ്ടിയാണ് ഗൈസ് നമ്മൾ പണിയാൻ പോകുന്നത് ഗൈസ്. എപ്പോഴും നമ്മൾ വണ്ടി പണിയുക, ട്രാക്കിൽ കൊണ്ടുപോകുക, അങ്ങനെയൊക്കെയാണ് ഗൈസ് ചെയ്യുന്നത് ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് ഞാൻ ഒന്നുകൂടെ പറയണം, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. സപ്പോർട്ട് ചെയ്താലേ നിങ്ങളുടെ ഒരു പ്രചോദനം ഇത് കിട്ടത്തുള്ളൂ ഗൈസ്. എന്തായാലും കൊള്ളാം, നമുക്ക് നേരെ വണ്ടി നമ്മുടെ ഒരു ഗ്യാരേജിലേക്ക് കൊണ്ടുപോകാം ഗൈസ്. അതുപോലെ തന്നെ പുതിയൊരു സാധനമുണ്ട് ഗൈസ്. നമ്മുടെ പുതിയ ഗ്യാരേജാണ് നമ്മൾ ഇന്ന് എന്തായാലും കൊണ്ടുപോകുന്നത് ഗൈസ്. നേരെ ഗ്യാരേജിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടി ചള്ളയൊക്കെ ഉണ്ട് ഗൈസ്. വണ്ടി ഹാൻഡിലിങ് കുറച്ച് കുറവാണ് ഗൈസ്. വേറെ സീനൊന്നും ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് ഹാൻഡിലിങ് കാര്യങ്ങളും ഒരു ഇച്ചിരി കുറവുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം ഗൈസ്. നമ്മുടെ സ്പ്രിങ് സീസണാണെന്ന് തോന്നുന്നു ഗൈസ് നടക്കുന്നത്. സ്പ്രിങ് ആണെന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും നമ്മുടെ ഗ്യാരേജാണ് ഗൈസ് മുഖ്യം ഗൈസ്. ഈ ഒരു വണ്ടിക്ക് ഹാൻഡിലിങ് വളരെ കുറവാണ്. വണ്ടി എൻജിനൊന്നും കുഴപ്പമില്ല ഗൈസ്. എൻജിന് വലിയ സീനൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഗ്യാരേജിൽ കൊണ്ടുപോകാം ഗൈസ്. വണ്ടി പണിയാ ഗൈസ്. വണ്ടി പണിയെന്ന് വെച്ചാൽ നമ്മൾ അടിപൊളിയായിട്ട് എങ്ങനെയും പണിതെടുക്കാൻ നോക്കും ഗൈസ്. എന്തായാലും ഗൈസ്, വണ്ടിയൊക്കെ പണിത് ഇഷ്ടപ്പെട്ടാലും ഗൈസ്, നമ്മൾ വണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക ഗൈസ്. പറ്റുന്ന വണ്ടിയാണ്, ഉറപ്പായിട്ട് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മൾ ഇതുവരെയായിട്ട് എത്തിയില്ലല്ലോ നോക്കുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം ഗൈസ്. എവിടെയാണ് നമ്മുടെ സ്ഥലം? ഓക്കെ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നിന്നാണ് ഗൈസ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. നമുക്ക് എന്തായാലും ഗ്യാരേജിൻ്റെ അടുത്തോട്ട് പോയേക്കാം ഗൈസ്. നമ്മൾ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് നമ്മളെ വണ്ടി മുഴുവൻ ഒന്ന് പണിത് വേറെ ലെവലാക്കണം ഗൈസ്. നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് നിറച്ചും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി കാണുമ്പോഴേ അറിയാം ഗൈസ്, വണ്ടിയുടെ ഗ്ലാസും കാര്യങ്ങളും എല്ലാം പൊട്ടിട്ടുണ്ട്. കണ്ടിട്ട് മനസ്സിലാവും ഗൈസ്. കുറച്ചുകൂടെ സ്പീഡിലാവായിരുന്നെങ്കിൽ ആ പുള്ളി നമ്മുടെ തീർത്തിരുന്നേനെ. എന്തായാലും അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഗൈസ്. നമ്മുടെ വണ്ടിയൊക്കെ പുറപ്പെട്ട ഗൈസ്. ഹാൻഡിലിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം, ഗ്യാരേജിന് അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഭയങ്കര ലെങ്തി ആയിരിക്കും ഗൈസ്. ഹാൻഡിലിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം നമ്മുടെ ഗ്യാരേജിൻ്റെ അടുക്കാറായിട്ടുണ്ട് ഗൈസ്. 400 മീറ്ററോ 300 മീറ്ററോ അങ്ങനേ ഉള്ളൂ ഗൈസ്. 400 മീറ്ററേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഇപ്പോൾ ഗ്യാരേജിൻ്റെ അടുത്ത് എത്തും ഗൈസ്. എന്തായാലും നമ്മുടെ വണ്ടി നശിച്ചിങ്ങനെ കിടക്കുവാണ് ഗൈസ്. എന്തായാലും പണിയണം ഗൈസ്. പുതിയൊരു ഗ്യാരേജ് എന്ന് പറഞ്ഞ ഗൈസ് ഇതാണ്. നമ്മളിനിയും ഇടയ്ക്കൊക്കെ ഇവിടെയൊക്കെ ഇട്ട് ഗൈസ് വണ്ടിയൊക്കെ പണിയും. അങ്ങനെയൊന്നും ഇല്ല. നമ്മളെ പണ്ടത്തെ ഗ്യാരേജ് വേണേൽ കൊണ്ടുവരുന്നു. നമ്മുടെ ബ്രോഡ്വേഡ് അവിടെയാണ് നമ്മുടെ പണ്ടത്തെ ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ ഗൈസ്. ഇതൊരു പുതിയ ഗ്യാരേജാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടിയിട്ടൊക്കെ പണിയാം ഗൈസ്. എന്തായാലും ഇതിലേയും കൂടെ നമുക്ക് ഇങ്ങനെ ഇട്ട് പണിയൊക്കെ ചെയ്യാം ഗൈസ്. നമുക്ക് വണ്ടി ഇവിടെ ഇടാം. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് ഇടാം ഇല്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഡ്രോൺ മോഡാണ് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ പുതിയ ലുക്കാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ ഗൈസ്? ഇപ്പം നിങ്ങളെ കാണിക്കും ഗൈസ്. അതാണ് നമ്മുടെ വണ്ടിയുടെ പുതിയ ലുക്ക് എന്ന് പറഞ്ഞത് ഗൈസ്. അവിടെ കിടക്കുന്നത് നമ്മുടെ മുതൽ ഗൈസ്. ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഗൈസ്. അടുത്ത് വെച്ച് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ പോർഷെ ഗൈസ്. എൻ്റെ ദൈവമേ, ഇതുപോലെ ലുക്കുള്ള ഒരു വണ്ടി ഗൈസ്. അതായത് ഞാൻ പറയട്ടെ ഗൈസ്, നമ്മൾ അങ്ങനെ വേറെ വണ്ടികളെ വെച്ച് പറഞ്ഞൊന്നുമല്ല ഗൈസ്. ഈ ഒരു വണ്ടിയുടെ ലുക്കുണ്ടല്ലോ, അടിപൊളിയാണ്. അതായത് നമ്മളിപ്പോൾ പണിതെടുത്ത ആ ഒരു ലുക്ക് അടിപൊളിയായിരുന്നു ഗൈസ്. അല്ല ബാക്കി വണ്ടികൾ ലുക്കില്ലെന്നല്ല ഗൈസ്. ഓരോ വണ്ടി പണിയുന്ന രീതിയിൽ പണിയണം ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെയിൻറ്റ് എൻ്റെ ദൈവമേ കിടിലനാണ് ഗൈസ്. ഈ ഒരു വണ്ടിക്ക് അടിപൊളിയായിട്ട് ഈ ഒരു പെയിൻറ്റ് നമ്മൾ ചേരുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ സ്കൈലൈൻ അടിച്ച പെയിൻറ്റും സൂപ്പറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ 2 വണ്ടിയുടെ വർക്കും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 വർക്കാണ് ഇത് ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മൾ നേരെ
വണ്ടി കൊണ്ടുപോകാം ഗൈസ്. ഇത് ഡ്യുവൽ ഷെയ്ഡാണ് ഗൈസ്, ഡ്യുവൽ ഷെയ്ഡ്. ഇത് ഏതൊക്കെ ഷെയ്ഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഒന്ന് വയലറ്റും ഇന്നൊന്ന് വേറെ ഏതോ ഷെയ്ഡാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. കൃത്യമായിട്ടൊന്ന് ഷെയ്ഡ് ഏതൊക്കെയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഡ്യുവൽ ഷെയ്ഡ് പെയിൻ്റാണ് ഗൈസ്. നമ്മുടെ ഗ്ലാസ്സിലൊക്കെ വെള്ളം ഇരിപ്പുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് വൈപ്പറൊന്നും അങ്ങോട്ട് ഇടുന്നില്ല ഗൈസ്. വണ്ടിയുടെ ലുക്കൊക്കെ കാണാൻ സീനാണ്, വണ്ടി കാണാനൊക്കെ അടിപൊളിയാണ് ഗൈസ്. വണ്ടിയുടെ എൻജിനും കാര്യങ്ങളും എല്ലാം പണിതിട്ടുണ്ട്, ടെർബോ ഒക്കെ വെച്ചിട്ടുണ്ട്. ട്വിൻ ടെർബോ ആണ് ഗൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗൈസ്. നമ്മൾ എൻജിനൊക്കെ ഏറ്റവും പവർ കൂടിയ ഒരു എൻജിനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗൈസ്. പിന്നെ നമുക്ക് വേറെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വണ്ടിക്ക് വേണേൽ മാസ്ക് കയറ്റായിരുന്നു, പക്ഷേ ഗൈസ് നമ്മൾ മാസ്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അതിനെ എഫക്റ്റ് ചെയ്യും ഗൈസ്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളുണ്ട് ഗൈസ്, അതായത് നമുക്ക് ഹാൻഡിലിംഗ് ഒക്കെ കുറവും കാര്യങ്ങളും കൂടുതലും ഒക്കെ വരുന്ന സംഭവമുണ്ട്. നമ്മൾ മാസ്ക് കയറ്റി കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഹാൻഡിലിംഗ് സംഭവത്തിനൊക്കെ കുറയും, പിന്നെ നമ്മുടെ ആക്സിലറേഷൻ കുറയും ഗൈസ്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ മാസ്ക് കയറ്റാനേ ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഈ ഒരു വണ്ടി സത്യം പറയാലോ നമുക്ക് കണ്ടുകൊണ്ട് ഓടിക്കണം, വണ്ടി മാത്രം നോക്കിക്കൊണ്ട് ഓടിക്കണം, അല്ല വേറെ അതിലൊന്നും തോന്നത്തില്ല ഗൈസ്. വേറെ ഒന്നും അതിൽ ഒന്ന് നോക്കാനോ റോഡിൽ വണ്ടി വരുന്നുണ്ടോ ഒന്നും തോന്നത്തില്ല. അതുപോലത്തെ ലുക്കാണ് ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്തായാലും ചില സ്ഥലത്തൊക്കെ ഈ വണ്ടി കാണാൻ സൂപ്പറായിരിക്കും അത് ഗൈസ്. അതുപോലെ തന്നെ ഓരോ വണ്ടിക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ വിചാരിക്കുക ഒന്നും ഇല്ലയെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ചില വണ്ടിയെ ചില സ്ഥലത്ത് കിടക്കുന്ന കാണാനുണ്ടല്ലോ ഭയങ്കര ലുക്കായിരിക്കും ഗൈസ്. അത് ചില ക്ലൈമറ്റ് വണ്ടിക്ക് ഓരോ ക്ലൈമറ്റ് ഓരോ സ്ഥലങ്ങൾ അതൊക്കെ ഓരോ വണ്ടിയെ ഇതാക്കും ഗൈസ്. കാരണം ചില സ്ഥലത്ത് ആ വണ്ടി ആ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഗൈസ് പൊളിയാണെന്നറിയാം, കാണാം എന്ത് പൊളിയാണ് ഗൈസ്. ഓട്ടോമാറ്റിക്കലി നമ്മളാവൊന്ന് നോക്കിപ്പോവും ഗൈസ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്, നേരെ നമുക്ക് നമ്മുടെ ട്രാക്കിലോട്ട് പോകാം ഗൈസ്. ഏകദേശം ട്രാക്കിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഇത് ചെയ്യാം ഗൈസ്. ഇപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം ട്രാക്കിൻ്റെ അടുത്ത് എത്താറായി ഗൈസ്. ഇനി ഒരു 800 മീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് ഇനി ട്രാക്കിൻ്റെ അങ്ങോട്ട് വരാം ഗൈസ്. അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് എടുക്കും. 100 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്. നമ്മുടെ വണ്ടി 200 സുഖമായിട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു 200 300 സുഖമായിട്ട് കയറും, 320 കയറുമായിരിക്കും ഗൈസ്. മാക്സ് ഒക്കെ 320 കയറുമായിരിക്കും മാക്സ്. 320 കയറിയില്ലെങ്കിൽ നഷ്ടമാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഗൈസ്. എന്തായാലും ഗൈസ് നമ്മുടെ വണ്ടി എനിക്ക് തോന്നി ഞാൻ നോക്കി വാങ്ങിച്ചാണോ ഫ്രീ സ്പിന്ന് കിട്ടിയത്, ഫ്രീ സ്പിന്ന് എനിക്ക് ഒന്ന് കിട്ടിയെന്ന് തോന്നുന്നു, വാങ്ങിച്ചാണ് ആ ഓർമ്മയില്ല ഗൈസ്. കുറേ വണ്ടി അങ്ങനെ കിട്ടുകയും ചിലവൊക്കെ ഫ്രീ സ്പിന്നൊക്കെയാണ് ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി ഇങ്ങോട്ട് നിർത്താം ഗൈസ്. അയ്യോ ഓക്കെ, നമ്മൾ വണ്ടിയെ നിർത്തിയിട്ടുണ്ട്. ടയറൊക്കെ കുറച്ച് തേഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ദൈവമേ കാണാൻ എന്ത് ലുക്കാന്ന് നോക്കി ഗൈസ് ഈ ഒരു വണ്ടി ഗൈസ്. വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ സാധനം, ഇങ്ങനത്തെ ഈ ഒരു ലുക്കൊക്കെ വേണം ഗൈസ്. ഈ ഒരു ലുക്കുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയെ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഇങ്ങനത്തെ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലൊക്കെ എന്തൊക്കെയോ വരും ഗൈസ്. സൗണ്ടൊക്കെ രക്ഷയില്ല ഈ ഒരു ഹോളിൽ കയറുമ്പോൾ ഗൈസ്. സീനാണ് കേട്ടോ ഗൈസ്. വണ്ടി സത്യം പറയാൻ അടിപൊളിയാണ്. വണ്ടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഗൈസ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് ഗൈസ്, ഇവിടെയാണ് ബ്ലോക്ക്. ഇതുകൊണ്ട് അവൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മൾ പോയാലേ അവൻ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഗൈസ് അവൻ ഇൻഡിക്കേറ്റർ നൈസായിട്ടൊന്ന് മാറ്റി കേട്ടോ ഗൈസ്. സൗണ്ടൊക്കെ സീനാണ്, സൗണ്ടൊക്കെ സെറ്റ് സൗണ്ടാണ് നമ്മളെ വണ്ടിയുടെ. ഓക്കെ ഗൈസ്, തീയൊക്കെ വരുന്നുണ്ട്, തീക്കൊള്ളമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് അങ്ങോട്ട് വിടാം, നേരെ അങ്ങോട്ട് വിടാം ഗൈസ്. നമുക്ക് ട്രാക്കിൽ നമ്മൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ എത്ര കിലോമീറ്റർ സ്പീഡ് അടിക്കുമെന്നാണ് ഗൈസ് നോക്കേണ്ടത് ഗൈസ്. ഒന്നാമത്തെ ഇതിൽ വളമൊക്കെ വരുന്നുണ്ട്, നമുക്ക് കൺട്രോൾ കിട്ടാൻ വളരെ പാടായിരിക്കും. എന്തായാലും ഗൈസ് നോക്കാം, ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഗൈസ് കൺട്രോൾ കിട്ടാൻ വരുന്ന പാട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. ഇത്ര പെട്ടെന്ന് 300 ആയോ, നൈസായിട്ടാണ് ഗൈസ്. 320 നമ്മൾ പറഞ്ഞത്, പക്ഷേ 330 50 കഴിഞ്ഞു, 60 കഴിഞ്ഞ് ഗൈസ്, 70 കഴിഞ്ഞ് ഗൈസ്. 70 കഴിഞ്ഞ് ഗൈസ്, 80 കഴിഞ്ഞ് ഗൈസ്, 380 എൻ്റെ മോനെ ഗൈസ്. 392 ഗൈസ്, 392 അയ്യോ ഗൈസ്. നമുക്ക് കൺട്രോൾ വളരെ കുറവാണ് ഗൈസ്. അതുകൊണ്ട് 392 നമ്മൾ അടിച്ചേക്കുന്നത് ലാസ്റ്റ് ഗൈസ്. നമുക്ക് ഉറപ്പായിട്ടും സ്ട്രെയിറ്റ് റോഡ് വണ്ടി ഇല്ലെങ്കിൽ ഗൈസ് 400 നമ്മൾ എന്തായാലും ഹിറ്റ് ചെയ്യാനുള്ള പവർ വണ്ടിക്കുണ്ട്, അത് ഉറപ്പാണ് ഗൈസ്. എന്തായാലും അത്രയൊക്കെ വരും
എന്തായാലും കൊള്ളാം ഗൈസ്. നമ്മൾ ഏകദേശം പിന്നെ 300 ഉണ്ടായിട്ടുണ്ട് ഗൈസ്. 350 ആയിട്ടുണ്ട് ഗൈസ്. 360 ആയിട്ടുണ്ട് ഗൈസ്. 365, 68, 69, 70 ഗൈസ്. 370. ഓ ഗൈസ്, നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നൈസായിട്ട് സ്ലോ ചെയ്തിട്ടുണ്ട് ഗൈസ്. നൈസായിട്ട് കുറച്ച് നല്ല സ്ലോ ചെയ്ത് ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പോയി ഡാർക്കായിട്ടുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്തായാലും കൊള്ളാം. ഓക്കെ, ബായ്.